കൊലപാതകം നടന്ന സ്ഥലത്ത് വെച്ച് ആൺസുഹൃത്തുക്കളും അവളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ചതിയുടെ ഭാഗമായിരിക്കാം. ആ യുവാവ് അവളെ കീഴ്പ്പെടുത്തി ക്രൂരമായി ലൈംഗിക ആക്രമണത്തിന് ശേഷം സ്വന്തം വസ്ത്രം കൊണ്ട് തന്നെ അവളുടെ കഴുത്ത് ഞെരിച്ച് അവൻ ആ കുഞ്ഞു ജീവൻ കവർന്നു. അവളുടെ ബാഗും മറ്റു സാധനങ്ങളും ആ ശരീരത്തിനരികിൽ തന്നെ ഉപേക്ഷിച്ച് അവൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അവിടെ നിന്ന് നേരെ അവൻ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. ഈ സമയം തന്നെ പെൺകുട്ടിയെ കാണാതായ പരാതിയുമായി വീട്ടുകാർ പോലീസിനെ സമീപിച്ചിരുന്നു. പെൺകുട്ടിയുടെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്ത പോലീസ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എത്തിയെങ്കിലും പോലീസിനെ കണ്ടതും യുവാവ് തന്ത്രപൂർവ്വം അവിടെ നിന്നും ദാഹിച്ചു വലിഞ്ഞ അവൻ അടുത്തുള്ള ഒരു വീട്ടിലെത്തി വെള്ളം ചോദിച്ചു. തുടർന്ന് സ്വന്തം അച്ഛനെ വിളിക്കാൻ വേണ്ടി അവരുടെ മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടു. ആ ഫോൺ കോളാണ് പിന്നീട് പോലീസിന് അവനിലേക്കുള്ള വഴി തുറന്നത്. ആദ്യമൊക്കെ പോലീസിനോട് പരസ്പര വിധമായ കാര്യങ്ങളാണ് അവൻ പറഞ്ഞിരുന്നത്. ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് വശത്തേക്ക് മാറിപ്പോയെന്നും പിന്നീട് അവളെ കണ്ടില്ലെന്നുമായിരുന്നു അവന്റെ മൊഴി. എന്നാൽ പോലീസ് ചോദ്യം ചെയ്യൽ കടുപ്പിച്ചതോടെ അവന്റെ കള്ളങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു. ഒടുവിൽ താൻ തന്നെയാണ് ആ കൊലപാതകം ചെയ്തതെന്ന് അവൻ പോലീസിനോട് സമ്മതിച്ചു. ഒരുമിച്ച് പഠിച്ചവർ, ഒരേ സ്കൂളിൽ കഴിഞ്ഞവർ, എങ്കിലും എവിടെയോ വെച്ച് അവനിലെ ക്രൂരത ഉണരുകയായിരുന്നു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളും ഒരു നാടിന്റെ പുഞ്ചിരിയും തകർത്ത ആ ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഫോളോ ചെയ്ത് കൂടിക്കൊള്ളി. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം പയ്യോളിക്കാരൻ.